വൃദ്ധയെ പെരുവഴിയിലാക്കി കൊച്ചി കോർപ്പറേഷന്റെ ഒഴിപ്പിക്കൽ. DLF കായൽ കയ്യേറി ഫ്ളാറ്റ് സമുച്ചയം കെട്ടിപ്പൊക്കിയതിനടുത്താണ് 80 വയസ്സുള്ള വൃദ്ധയെ പുനരധിവാസം പോലും നൽകാതെ കൊച്ചി കോർപ്പറേഷൻ നിർദാക്ഷിണ്യം ഇറക്കിവിട്ടത്. പോകാൻ മറ്റൊരു ഇടമില്ലാത്തതുകൊണ്ട് അധികൃതർ പൊളിച്ചിട്ട കൂരയിൽ തന്നെയാണ് ഇവർ കഴിയുന്നത്. ചിലവന്നൂർ കായൽ തീരം കയ്യേറി DLF കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന് സംരക്ഷണ കവചമൊരുക്കുന്നുവെന്ന് ആരോപണം നേരിടുന്നവർ തന്നെയാണ് അല്ലി എന്ന വൃദ്ധയെ പെരുവഴിയിലേക്ക് ഇറക്കിവിട്ടത്. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ കൊച്ചി കോർപ്പറേഷൻ 80-കാരിയായ അല്ലിയുടെ വീട് ഇടിച്ചു നിരത്തി. പകരം താമസ സൗകര്യമോ മറ്റ് നഷ്ടപരിഹാരമോ കൊടുത്തില്ല. കൊച്ചി പോർട്ട് ട്രസ്റ്റ് 25 വർഷം മുൻപ് അല്ലിക്കും കുടുംബത്തിനും താമസിക്കാൻ നൽകിയതാണ് ഈ ഭൂമി. മത്സ്യത്തൊഴിലാളിയായിരുന്ന ഭർത്താവ് 12 വർഷം മുൻപ് മരിച്ചു. ഈ ഭൂമിയിൽ നോട്ടമിട്ട ചില സമീപവാസികളാണ് അല്ലിയെ കയ്യേറ്റക്കാരിയാക്കിയതെന്ന ആക്ഷേപമുണ്ട്. വീട് പൊളിക്കില്ലെന്ന മേയർ ടോണി ചമണിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. വിഷമിക്കേണ്ട, സമാധാനത്തിന് പോയി കിടന്നുറങ്ങിക്കുമെന്ന് പറഞ്ഞ് മേയർ പറഞ്ഞു, സൈഡുകാരാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സമാധാനത്തിൽ ഉറങ്ങിക്കോ, പൊളിക്കൂല പിളങ്ങുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് DLFന് ഫ്ളാറ്റ് നിർമ്മിക്കാൻ സഹായം ചെയ്ത കൊച്ചി കോർപ്പറേഷൻ തന്നെയാണ് കയ്യേറ്റം ആരോപിച്ച് നിരാലംബയായ വൃദ്ധയെ പെരുവഴിയിലാക്കിയത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന കാര്യം പണ്ടങ്ങോ കേട്ടുപഴകിയ വാചകം മാത്രമാണെന്ന് തോന്നിപ്പോകും ഈ കാഴ്ച കണ്ടാൽ. അമ്പരചുംബിയായ കെട്ടിടം തലയെടുപ്പോടെ നിൽക്കുമ്പോൾ നിർദ്ധനയായ വൃദ്ധയുടെ കുഞ്ഞു വീട് ഈ ഭൂമിക്ക് മുകളിലില്ല. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.